നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്നാൽ ആ കേരളത്തിൽ വ്യക്തി ജീവിതങ്ങളെ, കുടുംബ ജീവിതങ്ങളെ വളരെ നിശബ്ദമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമുണ്ട്. ആത്മഹത്യകളുടെ ഒരു തലസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ്. 2024 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ സൂയിസൈഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 30.2 ആണ്. അത് നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 12.2 ആണ്. അപ്പോൾ അതിന്റെ ഏകദേശം ഇരട്ടിയോളം വരും കേരളത്തിലെ സൂയിസൈഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഈ വർഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെച്ച എക്കണോമിക് സർവേ റിപ്പോർട്ടിലും ഇതിനെപ്പറ്റി പരാമർശമുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ സൂയിസൈഡ് ഡെത്ത് റേറ്റ് വളരെയധികം കൂടി നിൽക്കുന്നു. അതിന് കാരണമായി പല റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. വീക്കർ ലോക്കൽ സോഷ്യൽ ബോണ്ടിങ്, അതായത് സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങളിലെ ഒരു ദുർബലത പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു, കാരണമാകുന്നു എന്നത്. ഒപ്പം തന്നെ നമ്മൾ അതിഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഇടയിൽ അതിഭയാനകമായ വിധത്തിൽ ആത്മഹത്യ നിരക്ക് വർദ്ധിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന പല വാർത്തകളും ദാരുണമായിട്ടുള്ള വാർത്തകളാണ്. പ്രത്യേകിച്ച് കോട്ടയത്തും ഒപ്പം തന്നെ തൃശ്ശൂരും ഒക്കെ നമ്മൾ കേട്ട വാർത്തകൾ അതിദാരുണം തന്നെയാണ്. ഒറ്റയ്ക്കല്ല, ഒപ്പമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആളുകൾ കുറയുകയാണോ നമ്മുടെ ഇടയിൽ? എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിക്കുന്നത്? സഭയും സമൂഹവും കുടുംബങ്ങളും തമ്മിലുള്ള ആ ഒരു ഇഴയെടുപ്പത്തിൽ വിള്ളലുകൾ സംഭവിക്കുന്നുണ്ടോ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ക്രിമിനോളജിസ്റ്റ് അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, ഒപ്പം തന്നെ പ്രോലൈഫ് ഫെലോഷിപ്പ് നേതാവ് ശ്രീ സാബു ജോസ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, നമുക്ക് കേരളത്തിന്റെ ഒരു പൊതു സിനാരിയോയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സൂചികകളിലും മുന്നിട്ട് നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിൽ വളരെ ഭയാനകമായ വിധത്തിൽ ഈ സൂയിസൈഡ് ഡെത്ത് റേറ്റ് വളരെയധികം കൂടുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ? അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊരു കാര്യം കൂടി പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കുക. അച്ഛൻ ആ ചോദ്യത്തിന് ഉത്തരം നൽകാം. അതായത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യം കൊടുക്കുന്നതാകട്ടെ നമ്മുടെ ഈ ചർച്ച. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് വേണം നമുക്ക് ചർച്ചയെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ പോലും ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ആത്മഹത്യയല്ല എന്നൊരു ബോധ്യം ഉണ്ടായിക്കൊണ്ട് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര മാത്രം ആത്മഹത്യകൾ കൂടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചകളാണ്. അതായത് ആത്മഹത്യകളുടെ കണക്കെടുക്കുന്നതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ ഡിവോഴ്സുകളുടെ എണ്ണം കൂടുന്നു. അതുപോലെ തന്നെ ഡിവോഴ്സ് ആകുന്നില്ലെങ്കിലും ഡിവോഴ്സ് ആയതിനേക്കാൾ ഭീകരമായ രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഫാമിലി കോടതികളിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അത് ഓരോ വർഷവും ഡിവോഴ്സുകളുടെ എണ്ണം കൂടുന്നു. കാരണങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുൻ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരുപാട് കാരണങ്ങൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിവാഹേതര ബന്ധങ്ങളുടെ എണ്ണം ഭയങ്കരമായ രീതിയിൽ കൂടുന്നു. തട്ടിപ്പുകളിൽ പോയി ചാടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. സാമൂഹ്യപരമായ ഒറ്റപ്പെടലുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ആക്ടിവിറ്റികളിലും പോയി ചാടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അപ്പൊ കുടുംബ ബന്ധങ്ങളിൽ വല്ലാത്ത ഒരു തകർച്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആത്മഹത്യകൾ കൂടാനുള്ള ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ മേഖല സാമ്പത്തിക മേഖലയാണ്. നമ്മൾ പറയുന്ന പോലെ തന്നെ ആത്മഹത്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കടക്കെണിയും സാമ്പത്തിക തട്ടിപ്പും ഇന്ന് മലയാളികളുടെ ജീവിതത്തിന്റെ വലിയ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. സാമ്പത്തികമായിട്ട് വല്ലാതെ ഞെരുങ്ങുന്ന ഒരു കുടുംബ സംവിധാനമൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് അറിയാത്ത ലോൺ ഭാര്യയ്ക്ക്, ഭാര്യ അറിയാത്ത ലോൺ ഭർത്താവിന്, ഈ ലോൺ പോലെയുള്ള കാര്യങ്ങളുടെ അവസ്ഥകൾ ഉണ്ടായി. അത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലേക്കൊക്കെ എത്തി സാമ്പത്തികമായ രീതിയിൽ വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത്
ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അപ്പൊ സാമ്പത്തികമായ രീതിയിൽ വല്ലാതെ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ. അതിന്റെ പരിണത ഫലമായിട്ടായിരിക്കാം ആണെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം സാമ്പത്തിക തട്ടിപ്പുകൾ ഒത്തിരി ഉണ്ടാവുകയാണ്. രണ്ടു തരത്തിൽ. ഒന്ന്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പൈസ പറ്റിച്ചു വാങ്ങുന്ന ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. രണ്ടിന്റെ ആണെങ്കിൽ സാമ്പത്തികമായ പ്രാരാബ്ദങ്ങൾ ഉണ്ടാകുന്നു, അത് വലിയ ഞെരുക്കത്തിലേക്ക് പോകുന്നു, അത് അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും സാമ്പത്തിക മേഖലയിലാണെങ്കിൽ വലിയ തകർച്ച ഉണ്ടാകുന്നു. മൂന്നാമതായിട്ട് സാമൂഹികമായിട്ടുള്ള ഒരു വലിയ മാറ്റത്തെ നമ്മൾ കാണാതെ പോകരുത്. പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ അയൽബന്ധങ്ങൾ വളരെ ദൃഢമായിരുന്നു. അതായത് അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ 2 ദിവസം വീട്ടിനെ വിട്ടിട്ട് ആരെയും കണ്ടില്ലെങ്കിൽ നമ്മൾ ചെന്ന് ചോദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു, എന്നാ പറ്റി എന്ന് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സ്വകാര്യതകളാണ്. ആരുടെയും സ്വകാര്യതകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ആ വീട്ടില് എന്ത് സംഭവിച്ചാലും അത് അവരുടെ കാര്യം, അതെന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മാനസിക നില. ഇന്ന് ഒരർത്ഥത്തിൽ പോസിറ്റീവായിട്ട് തന്നെ പറയുമ്പോഴും അതിന്റെ നെഗറ്റീവായിട്ടുള്ള വശം ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സാമൂഹികപരമായ രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു. ഓക്കെ, യെസ്. ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അച്ഛൻ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിന്റെ എന്തുകൊണ്ട് ഈ ആത്മഹത്യ നിരക്ക് കൂടുന്നു അതിനെപ്പറ്റി, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെ പറ്റി അച്ഛൻ വളരെ വ്യക്തമായിട്ടും സംസാരിക്കുകയായിരുന്നു. ശ്രീ സാബു ജോസ്, നമ്മൾ ഇനി ക്രൈസ്തവ പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റേത് സമുദായത്തെക്കാളും ഈ സാമൂഹ്യ ബന്ധങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിന്റെ ഇടയിലുണ്ട്. നമുക്കൊരു ഇടവക സംവിധാനമുണ്ട്, കുടുംബ യൂണിറ്റുകളുണ്ട്, സംഘടനാ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉറപ്പുവരുത്തുന്ന ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ, കത്തോലിക്ക സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ അടുത്ത നാളുകളിൽ നമ്മെ വളരെ വേദനിപ്പിക്കുന്ന ദാരുണമായിട്ടുള്ള ആത്മഹത്യ, അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കുടുംബമായിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇരയാക്കപ്പെടുന്ന വലിയൊരു സ്ഥിതിവിശേഷം. നമുക്ക് എവിടെയാണ് സമുദായത്തിന് വീഴ്ച സംഭവിക്കുന്നത്? ഇങ്ങനെ ചേർത്ത് നിർത്തുവാൻ ആളില്ല എന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ അതിന് മുന്നിട്ട് ഇറങ്ങാത്ത ഒരു സ്ഥിതി, അത് നമ്മുടെ സമുദായത്തെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ടോ ശ്രീ സാബു ജോസ്? നമുക്ക് ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ആത്മഹത്യയെ പ്രതിരോധിക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ദർശനം സമൂഹത്തിൽ വ്യാപകമാകണം. സഭ അത് സജീവമായി നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. ഈ ആത്മഹത്യ വർദ്ധിക്കുന്നത് വ്യക്തിയുടെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ പരാജയത്തിന്റെ ഒരു സൂചനയാണ്. അപ്പോ അത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഈ വിഷയത്തെ സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. സമൂഹത്തിന്റെ ഒരു സ്വാധീനം എല്ലാ വിഭാഗം മനുഷ്യരിലും ഉണ്ട്. താരതമ്യേന ഒരുപക്ഷെ ആത്മഹത്യ സാധ്യതയ്ക്ക്, അല്ലെങ്കിൽ ആ ചിന്തകളിൽ നിന്ന് ഏറെ മാറി നിൽക്കാൻ സാധ്യതയുള്ളത് ക്രൈസ്തവ സഭയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. നമ്മുടെ ഈ വിഷയം ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളെ കുറിച്ചായതുകൊണ്ട് അതേക്കുറിച്ച് ശ്രദ്ധിക്കാം, നമുക്ക് ചിന്തിക്കാം. നമ്മുടെ സഭയില് കുട്ടികളുടെ പ്രസ്ഥാനമുണ്ട്, വനിതകളുടെ ഉണ്ട്, പുരുഷന്മാരുടെ ഉണ്ട്, കുടുംബ യൂണിറ്റ് ഉണ്ട്, ഇങ്ങനെ പല പ്രസ്ഥാനമുണ്ട്. നമുക്ക് ധ്യാന കേന്ദ്രങ്ങളുണ്ട്, കൗൺസിലിംഗ് സംവിധാനമുണ്ട്. സർവോപരി നമുക്ക് കുമ്പസാരം എന്ന കൂദാശ തന്നെ കത്തോലിക്ക സഭയ്ക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഇപ്രകാരമുള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം, അവര് മാനസിക ആരോഗ്യ നിലയിൽ ഉന്നതരായിരിക്കും. കാരണം അവർക്ക് മനസ്സിന് ആശങ്ക തോന്നുമ്പോ, അസ്വസ്ഥത തോന്നുമ്പോ അവര് പ്രാർത്ഥനയിൽ ആശ്രയിക്കും, അല്ലെങ്കിൽ അവര് കുടുംബത്തിലുള്ളവരുമായി ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ കുടുംബ യൂണിറ്റിലുള്ളവരുണ്ട്. കത്തോലിക്കര്, ക്രൈസ്തവരാണെങ്കിൽ അവർക്കെല്ലാം എപ്പിസ്കോപ്പൽ സഭകളില് വൈദികരുണ്ട്, അല്ലെങ്കിൽ നോൺ എപ്പിസ്കോപ്പൽ സഭകൾ അല്ലാത്തടത്തും ഇപ്പൊ പെന്തക്കോസ്റ്റൽ പോലുള്ള സമൂഹത്തിലാണെങ്കിൽ പാസ്റ്റർമാരൊക്കെ ഉണ്ട്, സുവിശേഷകരുണ്ട്. അപ്പം അതിലുപരി നമുക്ക് കത്തോലിക്ക സഭയിലേക്ക് വരുമ്പോ നമുക്ക് ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ട്. ഇപ്പൊ കുമ്പസാരം എന്ന അതിമഹത്തായ ഉദാശ നമുക്കുണ്ട്. അപ്പൊ ഇത് പ്രയോജനപ്പെടുത്താതെ ഒരു സമൂഹത്തിന്റെ, സഭയുടെ ഭാഗമാകാൻ നിൽക്കുന്ന വ്യക്തികൾക്കാണ് ഈ മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട് അവരെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുക. പക്ഷെ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചു, നമുക്കറിയാം ഈ സഭയിൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താത്ത വ്യക്തികളുടെ ഒരു കുഴപ്പമുണ്ട്. ആ സംവിധാനങ്ങൾ സജീവമാകാത്തതിന്റെ ഒരു പ്രശ്നവും ഉണ്ട്. നമുക്ക് സാമൂഹ്യക്ഷേമ പ്രസ്ഥാനങ്ങൾ എല്ലാ രൂപതകളിലും ഉണ്ട്. കത്തോലിക്ക സഭയിൽ സോഷ്യൽ സർവീസ് സൊസൈറ്റികളുണ്ട്. നമുക്ക് ആരോഗ്യ സംവിധാനമുണ്ട്, ആശുപത്രികളുണ്ട്. പക്ഷെ നമുക്കൊരു ഹെൽത്ത് വകുപ്പ്
രൂപതയിലെ ആരോഗ്യ സംവിധാനത്തെ സഹായിക്കുന്ന ഒരു കമ്മീഷൻ നമുക്കില്ല. ഹെൽത്ത് കമ്മീഷൻ KCBCക്കുണ്ട്. ഇവിടെ മാനസിക ആരോഗ്യ സംരക്ഷണം, മനുഷ്യ രോഗം വരാതിരിക്കാൻ, മാനസികാരോഗ്യം മാത്രമല്ല, അവരെ മുൻകൂട്ടി കണ്ട് തിരുത്തി വളർത്തുവാനുള്ളൊരു സംവിധാനം, ഒരു മെന്റൽ ഹെൽത്ത് കമ്മീഷൻ പോലുള്ള അല്ലെങ്കിൽ ഒരു സംവിധാനം ഇനി സഭയിൽ ഉയർന്നു വരും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമ്മുടെ വൈദികര്, സന്യാസിനികൾ, മതാധ്യാപകർ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ഇവർക്കെല്ലാം ഒരു മാനസിക ആരോഗ്യ രംഗത്ത് ഇടപെടുവാനുള്ളൊരു പരിശീലനം കൂടെ നൽകിയാൽ പെട്ടെന്ന് ഈ അസ്വസ്ഥതയുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ, നമുക്കറിയാം കടബാധ്യത, വിദേശത്ത് തൊഴിൽ നഷ്ടം, അല്ലെങ്കിൽ കുടിയേറ്റത്തിലെ പ്രശ്നങ്ങൾ, ഏകാന്തത, ലഹരി അടിമപ്പെടുക, ബന്ധങ്ങളിലെ അകൽച്ച, സാമ്പത്തിക തകർച്ച, ഇതൊക്കെയാണ് മനുഷ്യരെ ബാധിക്കുന്ന ഒരു അവസ്ഥ. എന്നെ ചിന്തിപ്പിച്ച സംഭവം, ഞാൻ സ്ഥലങ്ങൾ പറയുന്നില്ല, കേരളത്തിലെ അടുത്ത കാലത്ത് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്ത സ്ഥലങ്ങളില് എന്റെ ചിന്ത എന്തുകൊണ്ട് അവര് തൊട്ടടുത്ത ഒരു കത്തോലിക്ക പള്ളിയിൽ, ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ചെന്ന് ഒരു പ്രശ്നമുണ്ട് എന്നെ സഹായിക്കാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസറോടോ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയോടോ എനിക്കൊരു പ്രശ്നമുണ്ട്, തെരുവിൽ അലയുന്ന ആൾക്കാർക്ക് മരിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്തുകൊണ്ട് നമ്മളെ ആശ്രയിക്കുവാനുള്ളൊരു ചിന്ത കടന്നു വരുന്നില്ല? ചെന്നാലും പ്രയോജനമില്ലെന്നുള്ള തോന്നലാണോ? അതുകൊണ്ട് ക്രൈസ്തവ സഭ കേരളത്തിൽ വളരെ സജീവമാണ്. സർക്കാർ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ പറയുമ്പോൾ ഒരു മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ തൊട്ടടുത്തുള്ള ഒരു ക്രൈസ്തവ ദേവാലയത്തിലോ സെമിനാരിയിലോ മഠത്തിലോ ചെന്ന് എന്നെ ഒന്ന് സഹായിക്കണം, ഞങ്ങളാകെ തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ എല്ലാ പ്രശ്നവും ഏറ്റെടുക്കേണ്ട, മറിച്ച് ഉപരി സംവിധാനങ്ങളുമായി ആലോചിച്ച് അവരെ ഒരു ഷോർട്ട് സ്റ്റേ ഹോമിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗിന് വിധേയമാക്കുക, അവരെ സഹായിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള നമ്മുടെ ഇടപെടലിനെ ചർച്ച സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്നുള്ള ചർച്ചകളിൽ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം തന്നെയാണ്. അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, നമുക്ക് ഈ ആത്മഹത്യകളെ കുറിച്ച് അത് ചിന്തിക്കുമ്പോൾ, അതെങ്ങനെ പ്രതിരോധിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മറക്കാതെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മഹത്യ പ്രവണത നമ്മൾ കേട്ടാൽ നമുക്ക് വിചിത്രം എന്ന് തോന്നുന്ന പല കാരണങ്ങളുമാണ് പല ആത്മഹത്യകളുടെയും പിന്നിൽ പറയുന്നത്. അധ്യാപകൻ അടിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ വഴക്കു പറഞ്ഞു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സംഗതികൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, മൊബൈൽ മേടിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങിവെച്ചു എന്നൊക്കെ പറയുന്ന വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം. അപ്പൊ നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ ഒരു മെന്റൽ ഹെൽത്ത് അത് ഒരു ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സൂചന ഇതിന്റെ പിന്നിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ലേ? ഒപ്പം ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്, ഈ ആത്മഹത്യകളെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ. നമുക്കറിയാം പല സംഭവങ്ങളും ഈ അടുത്ത നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ അതിനുശേഷം സ്വയം മഹത്വവൽക്കരിക്കപ്പെടും എന്ന ചിന്ത ചിലരുടെ ഇടയിലെങ്കിലും രൂഢമൂലം ആകുന്നുണ്ട്. അതും പലപ്പോഴും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളിലേക്കും നയിക്കുന്നില്ലേ ഫാദർ റോബിൻ? തീർച്ചയായിട്ടും അത് കുട്ടികളുടെ ഇടയിൽ ഇത്തരം ആത്മഹത്യാ പ്രവണത കൂടുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനോനിലയിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനത്തിൽ എന്തൊരു പ്രശ്നമാണ്. അതായത് ആത്മഹത്യ ചെയ്യുന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്നും, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഇവിടെ നിന്നൊന്ന് മാറിപ്പോകാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു മാർഗമാണ്, ഇതൊന്നും കുഴപ്പമില്ല എന്നൊരു ചിന്ത കുട്ടികൾക്കിടയിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മാധ്യമങ്ങളും സിനിമകളും സീരിയലുകളും ഒക്കെ കുട്ടികൾക്കിടയിലേക്ക് പകർത്തപ്പെടുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ ചലഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കോ നമ്മുടെ മതവിശ്വാസത്തിനോ അല്ലെങ്കിൽ മതബോധന കേന്ദ്രങ്ങൾക്കോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയുമെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ നമുക്ക് കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയണം. ഇപ്പൊ കുടുംബങ്ങളിലാണെങ്കിൽ പോലും ഈ പുതിയ കാലഘട്ടത്തിൽ ഈ കുട്ടികളോടൊക്കെ പണ്ട് തല്ലി വളർത്തണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെല്ലാം പ്രാധാന്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും ലൈസൻസ് കൊടുക്കാനുള്ളതല്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം എന്നുള്ളൊരു തോന്നല് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിധി പരിഹാരമാകുമെന്നാണ് എന്റെ വിചാരം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, കുട്ടികൾക്ക് വല്ലാതെ ഒറ്റപ്പെടലുണ്ടാകുന്നു, ഇല്ലാതെ അല്ലെ അവൻ കണ്ട സിനിമയ്ക്കകത്തെ പരിഹാരമാണ് അത് ആത്മഹത്യയാണ്. കുട്ടികൾ അങ്ങോട്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരിക.
അതുപോലെ തന്നെ ഈ ആത്മഹത്യയെ മഹത്വവൽക്കരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ സമൂഹത്തിന് വലിയ ശാപം തന്നെയാണ്. കാരണം ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം. ഏത് പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ പരിഹാരമില്ലാത്ത പ്രശ്നമില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ പ്രതിവിധികളുണ്ടല്ലോ. ആ രീതിയിൽ അതിനെ സമീപിക്കേണ്ടതിന് പകരം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നു. ആ ഒളിച്ചോടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അവരെ മഹത്വവൽക്കരിക്കുന്നു. അവർ ചെയ്തത് വലിയ കാര്യമാണ്, സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇടുന്ന ആൾ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീല് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തോ മഹത്വവൽക്കരിക്കപ്പെടുന്നവരാണ്, നെഞ്ചുറപ്പുള്ളവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടം പോലെ മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മലയാളിയുടെ ഒരു വൈകൃതത്തിന്റെ ഫലമായിട്ട് വേണം നമുക്കിതിനെ കാണാനായിട്ട്. നമുക്കിതിന്റെ പരിഹാരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ തുടർന്ന് പറയുവാണോ അതോ റൗണ്ട് ചർച്ചയുണ്ടോ? റൗണ്ടിൽ വരുവാ പറഞ്ഞു പോവാണോ ചെയ്യേണ്ടത്? ഓക്കെ. അതായത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും, നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്കിതിന് ഇങ്ങനെയുള്ള ഒരു സഹായിക്കാൻ കഴിയുന്ന സെല്ലുകൾ ഉണ്ടാകണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഓഫീസിലൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അല്പം കൂടി പ്രായോഗിക തലത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടി കഴിയുമ്പോൾ, എല്ലാവർക്കും എത്തപ്പെടാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള സെല്ലുകൾ ഉണ്ടാവണം. അവിടെ നമുക്ക് കൗൺസിലിങ്ങിന്റെ സാധ്യതകൾ ഉണ്ടാവണം, നിയമസഹായത്തിന്റെ സാധ്യതകൾ ഉണ്ടാകണം, അതുപോലെ തന്നെ മെഡിക്കൽ ഗൈഡൻസ് കൊടുക്കേണ്ട സാധ്യതകളുണ്ടെങ്കിൽ അങ്ങനെ സാധ്യതകൾ ഉണ്ടാകണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിലൂടെ മാത്രമേ നമുക്ക് കാര്യക്ഷമമായിട്ട് ഇടപെടാനായിട്ട് കഴിയുള്ളൂ. സാറ് പറഞ്ഞു വെച്ച ഒരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് കത്തോലിക്ക പള്ളിയിൽ പോയി ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ കഴിഞ്ഞില്ല. ഒരു കാലഘട്ടം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പിന്നീട് വന്ന മാധ്യമങ്ങളുണ്ടായ കുറെ പ്രശ്നങ്ങൾ, മാധ്യമങ്ങൾ വെച്ചിട്ട് കുറെ പ്രശ്നങ്ങൾ, നമ്മൾ തന്നെ പുറകോട്ട് വലിഞ്ഞതിന്റെ ചില പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ ചില മാറ്റങ്ങളൊക്കെ കൂടിയിട്ട് നമ്മുടെ ആ ഒരു സ്പേസ് നമുക്ക് നഷ്ടപ്പെടും. അത് നമുക്ക് തിരിച്ചെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടവക ദേവാലയങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വവും കടമയുണ്ടെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതായത് ഒരു ഇടവക എന്ന് പറയുമ്പോൾ ഒരു ഇടവക എന്ന് പറയുമ്പോൾ അത് കേവലമായ ഒരു സമൂഹം മാത്രമല്ല, അതായത് ആ കുടുംബങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്കൂടെ ഇറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോ ഇപ്പൊ എന്റെ ഇടവകയിൽ, ഇപ്പം ഞാനിപ്പോ ആയിരിക്കുന്ന കോതമംഗലം രൂപതയുടെ നാടുകാണി ഇടവകയിൽ ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. കൈത്താങ്ങ എന്നാണ് അതിന്റെ പേര്. അതായത് ഇടവകയിലെ കുറെ ആളുകൾ ആരെയും നിർബന്ധിക്കുന്നില്ല, അവർക്ക് പറ്റുന്നിടത്തോളം ഒരു എമൗണ്ട് ഈ നിശ്ചിതമായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. ഇപ്പൊ ഇടവകയിലുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു മെഡിക്കൽ എയ്ഡ് വന്നു കഴിഞ്ഞാൽ അവർ ഓടിപ്പള്ളിയിൽ വരും. അപ്പൊ അവരോട് അവരുടെ സാഹചര്യം കൂടി പരിഗണിച്ചതിന് ശേഷം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്കോ മറ്റ് ക്യാഷായിട്ട് കൈ കൊടുക്കില്ല, നമ്മൾ ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ആദ്യത്തെ തവണ നമുക്ക് പെട്ടെന്നൊരു ഹെൽപ്പ് കൊടുക്കാനായിട്ട് പറ്റും, ഒരു ഗുരുതരമായ രോഗമൊക്കെ ആണെങ്കിൽ. പിന്നീട് അതിന്റെ ആവശ്യം അറിഞ്ഞ് ബാക്കി ഇടപെടലുകൾ നടത്താനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. അപ്പോ ഈ ആളുകൾ പ്രതിസന്ധിയിലാവുന്ന നേരത്തെ ഇപ്പം ഓടിയെത്തേണ്ട സ്ഥലം പള്ളി തന്നെയാണ്. അത് ദൂർത്തടിച്ച് നടന്നിട്ട് ഒന്നുമില്ലാത്ത സമയത്ത് ഓടിയെത്തുക എന്നുള്ളതല്ല, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതുകൂടി പറയണം. ഇതിന്റെ ഒരു മറുവശം കൂടി നമ്മൾ പറയാനുണ്ട്. അപ്പം അതായത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാൾക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാതെ വരുമ്പോൾ ഓടിയെത്താൻ കഴിയേണ്ട ഇടമായിട്ട് നമ്മുടെ പള്ളികൾ മാറണം. അവിടെ നമുക്ക് പരിഹാരം ഉണ്ടാകണം. അതായത് വരുന്ന ആളുകളെ നമുക്ക് കേൾക്കാൻ കഴിയണം. കേട്ടാൽ മാത്രം പോരാ, പരിഹാരം നിർദ്ദേശിക്കാനും പരിഹാരം കൊടുക്കാനും നമുക്ക് കഴിയണം. നിർദ്ദേശം കൊണ്ട് മാത്രമല്ല, കൊടുക്കാനും നമുക്ക് കഴിയണം. അപ്പൊ അതിനുള്ള ഒരു സാധ്യതകളായിട്ട് നമുക്ക് ഇത് മാറുക എന്നുള്ളതാണ്. നമുക്ക് അതിനുള്ള എക്സ്പേർട്സ് ആയ വൈദികർ നമുക്കുണ്ട്, സമർപ്പിതരുണ്ട്, സർവീസ് ചെയ്യാനായിട്ട് മനസ്സുള്ള അനേക അൽമാരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മകൾ നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാക്കി ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു ഭവന തലത്തിലോ അതല്ലെങ്കിൽ വില്ലേജ് തലത്തിലോ ഏതെങ്കിലും ഒരു യൂണിറ്റ് എടുത്തിട്ട് ആ അടിസ്ഥാനത്തിൽ നമുക്കൊരു സ്പേസ് ഉണ്ടാവണം. അല്ലെങ്കിൽ പള്ളിയാണെങ്കിൽ പോലും കുഴപ്പമില്ല. ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും ആളുണ്ടാവുക, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു പരിഹാരത്തിനുള്ള ഒരു സ്പേസ് ഒരുക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഓടിയെത്താൻ കഴിയുന്ന ഒരു സ്പേസ് ആയിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയും. ഇതൊരു ആശയ ലോകത്തിൽ എന്ന് പറയുന്ന കാര്യം മാത്രമല്ല, വളരെ പ്രായോഗിക തലത്തിൽ നമുക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെയുള്ള ഒരു നമ്മുടെ ആത്മീയതയുടെ പ്രായോഗിക തലങ്ങളിൽ അത്തരം വശങ്ങളിലേക്കൂടെ നീളണമെന്നുള്ളതാണ് പറയാനായിട്ട് ഉള്ളത്. ഒപ്പം തന്നെ നമ്മളുടെ ഈ പോലീസ് സംവിധാനങ്ങളോടും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ നമുക്കൊരു ഒരു പരിധി വരെയുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ആത്മഹത്യക്കെതിരെയുള്ള പ്രതിരോധം, ലഹരിക്കെതിരെയുള്ള പ്രതിരോധം. ഇപ്പൊ തൂഫാൻ വന്നപ്പോ
നമ്മുടെ സമാജ സംവിധാനങ്ങൾക്ക് ഒരുപാട് പിന്തുണ കൊടുത്തായിരുന്നു ഈ തൂഫാൻ ഈ മൂവ്മെന്റിന്. അതുപോലെ ഇങ്ങനെ ഒരു സർക്കാരിനോട് കൂടി സഹകരിച്ച് ഈ ആത്മഹത്യക്കും അതുപോലെയുള്ള ഈ സാമ്പത്തിക ഫ്രോഡുകൾക്കെതിരെ അല്ലെങ്കിൽ ലോൺ ആപ്പുകൾക്കെതിരെ ഇങ്ങനെയുള്ള പ്രതിരോധങ്ങൾ തീർക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടെത്താനായിട്ട് കഴിയും. ഇത് ഇപ്പോഴും ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നു 100% റിസൾട്ട് നിന്ന് ഞാൻ പ്രതികൾ വളരെ ബോധപൂർവമായി ഇതിലേക്ക് പോകുന്നു ഒക്കെ അത് നമുക്ക് തള്ളിക്കളയുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, അത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എന്റെ പൂർണ്ണബോധം. വളരെ പ്രസക്ത പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആത്മീയതയുടെ ഒരു പ്രായോഗിക വശങ്ങൾ, അതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ശ്രീ സാബു ജോസ്, അങ്ങ് നേരത്തെ നമ്മൾ ഈ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. പലപ്പോഴും പണ്ടത്തെ പോലെയല്ല നമ്മുടെ ഇന്നത്തെ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. തൊട്ട് അയൽപക്കത്ത് നടക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നു, തിരിച്ചറിയാതെ പോകുന്നു. അപ്പോൾ ഈ സമുദായ ബോധത്തിന്റെ ഒരു അഭാവം ഇതിൽ വലിയൊരു ഘടകമായി പ്രവർത്തിക്കുന്നില്ലേ? അതായത് സ്വന്തം അയൽവക്കത്തുള്ള ഒരാളുടെ പ്രശ്നം അത് എന്റെ സ്വന്തം സഹോദരനാണ്, അത് എന്റെ തന്നെ പ്രശ്നമാണ് എന്ന് ഏറ്റെടുത്ത് ആ വ്യക്തിയെ ഒന്ന് കരുതുവാൻ, ആ വ്യക്തി പറയുന്നത് ആ വിഷമങ്ങൾ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ കഴിയുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രായോഗികമായ തലത്തിൽ എങ്ങനെ സഹായിക്കാം എന്ന തരത്തിലേക്ക് പലപ്പോഴും ചിന്താഗതികൾ മാറുന്നില്ല. ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് പലപ്പോഴും പോകുന്നു. ഞാൻ എന്റെ വീട്, എന്റെ കുടുംബം, ആ ചുറ്റുവട്ടത്ത് മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവണത, അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ട ഒരു പ്രവണത തന്നെയല്ലേ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ? നമുക്കറിയാം, അച്ഛൻ പറഞ്ഞു കൈത്താങ്ങ് അച്ഛന്റെ ഇടവകയിലുണ്ട് എന്നത്. തീർച്ചയായിട്ടും കൈത്താങ്ങ് ആയ ഒപ്പമുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ഇടവകളില് വർദ്ധിച്ചു വരണം. ഒപ്പമുണ്ടെന്ന് തോന്നല് വന്നാൽ കേൾക്കാൻ ഞാനുണ്ട്, ഞങ്ങളുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ക്രൈസ്തവ സഭകൾക്കും ഇടവകൾക്കും സാധിക്കും. നമുക്ക് അതിനുള്ള സംവിധാനമുണ്ട്, അതിനെ കാര്യക്ഷമമാക്കാൻ എന്ന് ഞാൻ പറയുക. ഞാൻ പറഞ്ഞത് നല്ല സമരിയാക്കാരന്റെ കഥയിലൂടെയാണ് ക്രൈസ്തവ സഭ ലോകത്ത് ഇന്ന് ഇപ്പോഴുള്ളത് ഞാൻ നൽകുന്നു, ഇനിയും നീ ചെയ്യുക, സത്രത്തിൽ എത്തിച്ച സമരിയാക്കാരന്റെ മനസ്സ്, നമുക്കൊരു മനുഷ്യ സ്നേഹത്തിന്റെ കരുതലിന്റെ മനസ്സ്. നമ്മൾ ധ്യാന കേന്ദ്രങ്ങളും ധ്യാനമൊക്കെ വർദ്ധിക്കുമ്പോഴും എന്റെ ആത്മീയത അതിവിശുദ്ധി എന്നതിനപ്പുറം അവരനെ സ്നേഹിക്കുവാൻ, അവനെ കരുതുവാൻ ആശയം കൊണ്ട്, സ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പിന്തുണ കൊണ്ട് അപ്രകാരമുള്ളൊരു മനോഭാവമുള്ള മനുഷ്യരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രോത്സാഹകരമായ കാര്യമുണ്ട്. പാലാരിവട്ടത്ത് എന്റെ ഇടവകയിലെ ഫാമിലി യൂണിറ്റ് 1.5 ലക്ഷം രൂപയുടെ സഹായമാണ് ജാതി മത ഭേദമന്യേ മനുഷ്യർക്ക് അവർ ശേഖരിച്ചു നൽകുന്നത്. അതിൽ ചികിത്സയുണ്ട്, സഹായമുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, സെന്റ് മേരീസ് വെൽഫെയർ ഫണ്ട് എന്ന് പറയും. ഒരു ജോയി ചേട്ടൻ, ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോർഡിനേറ്റർ ആക്കി, എത്ര മനോഹരമായിട്ട് അതാണ് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. എത്രയോ പേർക്ക്. അപ്പം ഒരു ഫാമിലി യൂണിറ്റ് 1 ലക്ഷം രൂപ ഒരു മാസം നൽകുന്നത് ഒരു ഇടവകയിലെ ഒരു യൂണിറ്റിലുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ വരുമാനത്തിന്റെ 30% ഓരോ ഇടവകയും ഓരോ പ്രസ്ഥാനവും അഗതികൾക്ക്, മനുഷ്യർക്ക്, വേദനിക്കുന്നവർക്ക്, സാമ്പത്തിക പ്രാരാധന ഉള്ളവർക്കെല്ലാം പങ്കുവെക്കുന്ന ഒരു നയരൂപീകരണം സഭ നൽകണമെന്ന് പറയുന്നുണ്ട്. അത് KCBC തലത്തിൽ ഒരു ആഹ്വാനം കൊടുത്ത് അപ്രകാരം ഒരു ചിന്ത നമുക്കുള്ളത് നല്ലതാണ്. പലിശരഹിതമായി നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു ബാങ്കിങ് സിസ്റ്റം വെച്ചാൽ പലിശയില്ലാതെ ഞാൻ പണം തരാം, എനിക്ക് പിന്നീട് തിരിച്ചു കിട്ടിയാൽ മതി, മറ്റുള്ളവരെ സഹായിക്കുന്ന മനുഷ്യർ മുന്നോട്ട് വരണം. അപ്പൊ വീടുകളില് ഒരു മാനസിക ആരോഗ്യത്തെ കുറിച്ച് തകർന്നു പോകാതെ ചർച്ച വേണം. ഫാമിലി യൂണിറ്റിൽ വേണം, സൺഡേ സ്കൂളിൽ വേണം. ഓരോ പ്രസ്ഥാനങ്ങളും ഈ മരിക്കാൻ മനസ്സില്ലാതെ, മരിക്കാൻ ആഭിമുഖ്യം കാണിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കുവാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു സംഭവം, ഞാൻ ശാലോമിന്റെ റിപ്പോർട്ടർ ആയിരിക്കും, പോൾ കല്ലൂക്കാരനച്ഛൻ ആഭിമുഖത്തില് അദ്ദേഹത്തിന്റെ ആഭിമുഖത്തിൽ പറഞ്ഞു, സാബു, എന്റെ ഇടവകയിലെ ഉള്ളിൽ ഒരു സ്ത്രീ, ഒരു യുവതിയെ ആത്മഹത്യ ചെയ്തു, സാമ്പത്തിക പ്രശ്നമോ മാനസികം. അച്ഛൻ പറഞ്ഞു, എന്റെ കുറവാണ്, എന്റെ ഇടവകയിലെ ആൾക്കാരല്ല, എന്റെ ഇടവകയ്ക്കുള്ളിലെ മുഴുവൻ മനുഷ്യരും അവർ മാനസികമായും ശാരീരികമായും ആത്മീയമായും ആരോഗ്യപരമായി ജീവിക്കുവാനുള്ള ബാധ്യത വൈദികൻ നിലയ്ക്കുണ്ട്. ഇതിന്റെ വാക്ക് ഞാൻ ഓർക്കാം. അപ്രകാരം പ്രതിബദ്ധത ഏറ്റെടുക്കുന്ന വൈദികരും സമർപ്പിതരും നമുക്ക് വേണം. പിന്നെ അങ്ങനെ സൂചിപ്പിക്കുന്നത് ഒരു ശ്രവണതീരം, ഞങ്ങൾ കേൾക്കാം, വരൂ, പറയൂ എന്ന് പറയുന്ന ഒരു സ്നേഹത്തിന്റെ സൗഹാർദ്ദ വേദി. നമ്മൾ എറണാകുളത്ത് ലവാൻ കെയർ അങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നത്, നന്നായി പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രോലൈഫിന് ഇപ്രകാരം ഒരു കാഴ്ചപ്പാട് ഞങ്ങളുടെ പ്രവർത്തകരോട് പറയാറുണ്ട്. മനുഷ്യന്റെ സകല ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും
മധ്യസ്ഥ പ്രാർത്ഥനയും ഇടപെടലും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയും മറ്റൊരാളെ ബന്ധപ്പെടുത്തുകയൊക്കെ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ നൽകാറുണ്ട്. ഞാൻ പറയുന്ന ഇതാണ്, നമുക്ക് ഇടവകളില് രൂപതയില് ഒരു മെന്റൽ ഹെൽത്ത് കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി സപ്പോർട്ട് മിനിസ്ട്രി സെല്ല് ഇടവകളില് നിർബന്ധമായും വേണം. അതായത് ഇടവകയില് രൂപതയിലെ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയുള്ളവരെ സഹായിക്കുന്ന ഇടവകാ തലത്തിൽ ഒരു മിനിസ്ട്രി സെല്ല് ഉണ്ടാകുകയും രൂപതാ തലത്തിൽ അത് കോർഡിനേറ്റ് ചെയ്യും. CBC തലത്തിലും അതിനെ പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, വൈദികർ, സാമൂഹ്യ പ്രവർത്തകർ ഇവരൊക്കെ ബന്ധപ്പെടുന്ന ഒരു ടീം ഈ സംവിധാനത്തിൽ വന്നാൽ നമുക്ക് ഒത്തിരി പേരെ സഹായിക്കാം. അഭിഭാഷകർ വരാം. അപ്പൊ അതുപോലെ സെമിനാരി പരിശീലനത്തിലും ഈ മാനസിക ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള തകർന്നു പോകുന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനം നൽകിയാൽ നമ്മുടെ സമർപ്പിതർക്ക് കൂടുതൽ ഇടപെടാൻ പറ്റും. നമ്മുടെ സന്യാസിനിമാർക്ക് വീട് സന്ദർശിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുള്ള വ്യക്തിയെ, കുടുംബത്തെ കണ്ടാൽ ഒരു ഉപരിഘടകത്തെ ചർച്ച ചെയ്ത് അവരെ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും ആവശ്യമാണ്. അപ്പോ നമ്മള് വിദ്യാഭ്യാസം കൂടുന്തോറും മാനസിക പ്രശ്നം വർദ്ധിക്കുന്നുവെങ്കിൽ അത് നാടിന്റെ നമ്മുടെ ഒരു നഷ്ടമാണ്. അവിടെ കേരളത്തിൽ നമ്മുടെ സിബി മാത്യു സാറിന്റെ ഡോക്ടറേറ്റ് വിഷയം തന്നെ ആത്മഹത്യയായിരുന്നു. അദ്ദേഹം അതില് ക്രൈസ്തവ സഭകള് നമ്മുടെ കുമ്പസാരം, കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളില് വളരെ മികച്ച രീതിയിലാണെന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാകുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സമൂഹം എന്റെ ഇടവകയ്ക്കുള്ളിൽ, എന്റെ ഗ്രാമത്തിൽ ഒരു ആത്മഹത്യയും ഇനി നടക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് ഓരോ ഏത് സഭയിലാകട്ടെ, എപ്പിസ്കോപ്പൽ സഭകളിലെ വൈദികരോ അവർ തീരുമാനിക്കുകയും, നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഗ്രാമതലങ്ങളിൽ ഒരു 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 ബോഡി, നമുക്ക് മാനസികാരോഗ്യ സംരക്ഷണ വേദി, ഒരു മെന്റൽ ഹെൽത്ത് സംവിധാനം ഉണ്ടെങ്കിൽ ആത്മഹത്യയെ നമുക്ക് തടയാൻ പറ്റും. ആത്മഹത്യക്ക് കാരണം എന്തായിരിക്കും? മാനസികമായി ഞാൻ നിരാശ അനുഭവിക്കുന്നു, ഒറ്റപ്പെട്ടു പോയി, ഞങ്ങളെ സഹായിക്കാനാണില്ല. ഈ കുടുംബനാഥൻ മാനസിക അസ്വസ്ഥ വരുമ്പോൾ അയാൾ മറ്റുള്ളവരെ കൊന്നിട്ടോ അല്ലെ മരിക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ഒട്ടും അധികം പാടില്ലെന്ന് മാത്രമല്ല, മാനസിക ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ എല്ലാ ക്രൈസ്തവ ഇടവകകളും രൂപതയും അതിന്റെ എല്ലാ സംവിധാനവും പരിശ്രമിക്കാനുള്ള ഒരു തുറന്ന ചർച്ചകൾക്കും പഠനങ്ങൾക്കും നമ്മുടെ ചർച്ച സഹായകരമാകുമെന്ന് വിശ്വസിക്കുകയാണ്. പഠനരേഖകൾ മുന്നോട്ട് വരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ പോലുള്ളവരെ അവരുടെ രൂപതയിലും നമുക്ക് സഭാതലത്തിൽ കേരളത്തിൽ ആത്മഹത്യ വളരെ കുറയണമെന്ന് മാത്രമല്ല, മാനസിക ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, സ്ത്രീകൾ ഇവർ വർദ്ധിക്കാനുള്ള ബോധപൂർവമായ പ്രാർത്ഥനയും പരിശ്രമത്തിനും കർമ്മപദ്ധതി ആവിഷ്കരിക്കാൻ നമ്മുടെ ചർച്ച സഹായകരമാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകം നന്ദി പറയുകയും അഭിനന്ദനം അർപ്പിക്കുകയും ചെയ്യും. അച്ഛാ, ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി എനിക്ക് തോന്നുന്നു വളരെ ബ്രീഫായിട്ട് ഒന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് കുറെ നാളുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പൊക്കെ നമ്മുടെ ഇടവേളി ഹോം മിഷൻ വളരെയധികം ശക്തമായിരുന്നു. നമ്മുടെ വൈദികര് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, നമ്മുടെ സിസ്റ്റേഴ്സ് ഇറങ്ങി വരുന്നു. വേറെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വീട്ടിൽ വരുന്നു, ഇങ്ങനെ വിശേഷങ്ങൾ സംസാരിക്കുന്നു, അവർ പോകുന്നു, അങ്ങനെ അടുത്ത വീടുകളിലേക്ക് പോകുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ അത്രയ്ക്ക് അത് അങ്ങ് ശക്തമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറെ കൂടി നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതല്ലേ? ഇപ്പോൾ നമുക്ക് ഓരോ കുടുംബത്തിലും ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് കോമിഷൻ പോലുള്ള കാര്യങ്ങള്. കോമിഷനോടൊപ്പം തന്നെ നമ്മളുടെ ഇടവകയിലെ സമർപ്പിത സമൂഹങ്ങളുടെ വീട് സന്ദർശനങ്ങൾ. പക്ഷെ ഇപ്പൊ അതുണ്ടാകുന്ന 2 പ്രായോഗിക ബുദ്ധിമുട്ടുകളാകുന്നുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ സമർപ്പിതരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഇറങ്ങാൻ ആളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ യാഥാർത്ഥ്യങ്ങളായിട്ട് തന്നെ കാണണമല്ലോ. പലപ്പോഴും നമ്മുടെ സിസ്റ്റേഴ്സിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ജോലിഭാരം വരുന്നു. അവർക്ക് പലരും പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വീടുകളിലേക്ക് ചെല്ലാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായി വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ആളുകൾക്കും വീടുകളിൽ സമയം കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സംഭവം മാറി എന്നുള്ളതാണ്. കാരണം എല്ലാവരും തിരക്കാണ്. കാരണം മിക്കവാറും വീടുകളിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് പ്രായമായ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ ചെറിയ പിള്ളേരോ ഒക്കെ മാത്രമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. അതായത് ആ കുടുംബത്തെ നയിക്കുന്ന കുടുംബനാഥനെയോ കുടുംബനാഥയോ പലപ്പോഴും കണ്ടുകെട്ടാനോ അവർക്ക് ഇത് സംസാരിക്കാനോ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭവന ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്, ഇല്ല എന്നുള്ളതല്ല, അത് ചെയ്യേണ്ടതുമാണ്. പക്ഷെ അതിനകത്ത് ഒരു പ്രായോഗികമായൊരു കുറവുകൾ സംഭവിക്കുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയായാലും കുടുംബങ്ങളിലേക്ക് അല്പം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കുടുംബ ബന്ധങ്ങൾ തകരുന്നത് പുതിയ പുതിയ രീതികളിൽ പോലും തകരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങളെ ഏത് രീതിയിലാണോ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയുക, ആ രീതികളൊക്കെ നമുക്ക്
തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ ആത്മഹത്യകൾക്ക് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ നമുക്ക് സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുമായി ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായ ഒരു ബോധ്യം നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കൊടുക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അത് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ വലിയൊരു പരിഹാരം ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ അല്പം കൂടി ഒന്ന് ഗൗരവമായിട്ട് തന്നെ സമീപിക്കുകയും പരിഹാരങ്ങൾ കേന്ദ്രീകൃതമായ രീതി പരിഹാരങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു സുവിശേഷമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണേണ്ട ഒന്നാണ്. വളരെ വ്യക്തമാണ്. ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന കാലത്തോളം ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത്. ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോൾ അത് ആത്മഹത്യ ചെയ്യുന്നവരുടെ പരാജയം മാത്രമല്ല, അത് ആ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഒരു പരാജയം തന്നെയാണ്. ഒരു വ്യക്തിയുടെ മുഖം മാടിയിരിക്കുമ്പോൾ എന്ത് പറ്റി, എന്താണ് സംഭവിച്ചത്, എന്താണ് ഒരു വിഷമം എന്നൊരൊറ്റ വാക്ക് മതിയായിരിക്കാം ഒരുപക്ഷെ ആ വ്യക്തിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ ആത്മഹത്യകൾ അത് തടയിടുവാൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉത്തരവാദിത്തം ഉണ്ട്. പ്രതിസന്ധികൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട് ഉഴലുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കട്ടെ. ഒപ്പം തന്നെ നമുക്ക് ക്രൈസ്തവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മഹത്യ ഒരു സംഭവങ്ങൾ അത് അടിയന്തര പ്രാധാന്യത്തോടെ അതിനെ പ്രതിരോധിക്കുവാനുള്ള നടപടികൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്, സമുദായങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റൊപ്പം തന്നെ ശ്രീ സാബു ജോസ്, രണ്ടുപേർക്കും നന്ദി. താങ്ക് യു.